ഏവർക്കും ചിൽഡ്രൻസ് ഹെൽപ്പ് ഡെസ്കിലേക്ക് സ്വാഗതം. മൊബൈൽ ഫോണും കുട്ടികളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു കൊച്ചു പ്രസംഗമാണ് ഇന്ന്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഏവർക്കും നമസ്കാരം. അറിവിൻ ലോകം വിരൽത്തുമ്പിൽ എന്ന യാഥാർത്ഥ്യവുമായാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ഈ വിപ്ലവത്തിന് പിന്നിലെ പ്രധാന താരം നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മൊബൈൽ ഫോണും കുട്ടികളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. കൂട്ടുകാരെ, കോവിഡ് കാലഘട്ടം മുതൽ മൊബൈൽ ഫോൺ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറി. ഗൂഗിളും യൂട്യൂബും വഴി ഏത് സങ്കീർണമായ സംശയങ്ങളും നിമിഷങ്ങൾക്കുള്ളിൽ തീർക്കാൻ നമുക്ക് സാധിക്കുന്നു. ലോകത്തിന്റെ ഏത് കോണിലുള്ള അറിവും ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഇത് മൊബൈൽ ഫോണിന്റെ ഏറ്റവും വലിയ ഗുണമാണ്. എന്നാൽ ഈ നാണയത്തിന് മറ്റൊരു വശമുണ്ട്. മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം നമ്മെ ഒരു ഡിജിറ്റൽ അടിമത്തത്തിലേക്ക് നയിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. മണിക്കൂറുകളോളം ഫോണിലേക്ക് നോക്കിയിരിക്കുന്നത് നമ്മുടെ കാഴ്ചശക്തിയെ ബാധിക്കുന്നു. ഉറക്കക്കുറവും കുട്ടികളിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. പഠനത്തിന് പകരം ഗെയിമുകൾക്കും സോഷ്യൽ മീഡിയയ്ക്കും പിന്നാലെ പോകുമ്പോൾ നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടമാകുന്നു. ഇത് നമ്മുടെ സർഗാത്മകതയെ നശിപ്പിക്കുന്നു. ഇന്റർനെറ്റ് ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് ധാരണയില്ലാത്ത കുട്ടികൾ പലപ്പോഴും അപകടങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. മൊബൈൽ ഫോൺ എന്നത് കത്തി പോലെയാണ്. അത് ഉപയോഗിച്ച് നമുക്ക് പഴങ്ങൾ മുറിക്കാം. എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈ മുറിയുകയും ചെയ്യും. ഫോൺ നമ്മെ ഭരിക്കാനല്ല, മറിച്ച് നമ്മൾ ഫോണിനെ കൃത്യമായി ഉപയോഗിക്കാനാണ് പഠിക്കേണ്ടത്. ആവശ്യത്തിന് മാത്രം ഫോൺ ഉപയോഗിക്കുകയും ബാക്കി സമയം കളിക്കാനും വായനയ്ക്കുമായി മാറ്റിവെക്കുകയും ചെയ്യാം. സാങ്കേതിക വിദ്യ ഒരു നല്ല വേലക്കാരനാണ്, എന്നാൽ മോശം യജമാനനാണ് എന്ന ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.